എടാ മോനെ, ഇത് സമൂഹത്തിൽ ഞങ്ങളെപ്പോലെ നിലയും വിലയുള്ളവരുടെ ക്യാമ്പസാ. പൊട്ടൽ ലോട്ടറി കിട്ടിയ പോലെ എവിടെ നിന്നോ വന്നത് നിനക്കൊരു അഡ്മിഷൻ കിട്ടുമെന്ന് കരുതി ഈ ക്യാമ്പസ് ഒരു കാലത്തും നിന്നെപ്പോലുള്ള ലോക്കൽസിൻ്റെതാവുമെന്ന് നീ വിചാരിക്കണ്ട. അർച്ചന, തർക്കത്തിന് ഞാനില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നം പോയേക്കാം, പ്രശ്നം തീരുമല്ലോ. പൊക്കോ പൊക്കോ, ഞങ്ങളുടെ കൺവെട്ടത്തൊന്നും പെടാതെ പൊക്കോ. വാ. അർച്ചന, ഇവനങ്ങനെ വെറുതെ വിടരുത്. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അവന് കൊടുക്കാനുള്ള ഒരു മുട്ടൻ പണി എന്റെ കയ്യിലുണ്ട്. മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് ബാഗും തൂക്കി നടന്നു പോകുന്ന ശ്രാവണിനെ ക്യാൻറ്റീൻ ഡോറിന് മുമ്പിൽ നിന്ന് രേഷ്മയും അമൃതയും നോക്കുന്നുണ്ടായിരുന്നു. തങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം രേഷ്മയുടെയും അമൃതയുടെയും മുഖത്തുണ്ടായിരുന്നു. ഈ അവഗണന ശ്രാവണിന് പുതിയതല്ല. ഈ കോളേജ് ശ്രാവണിനെ പോലുള്ള സാധാരണക്കാരോട് എന്നും അങ്ങനെയായിരുന്നു.